ഞാൻ തന്നെ കൂടില്ല. താനീ ഫോട്ടോ നോക്ക്, എന്നിട്ട് പറ ദേ ഈ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ശല്യപ്പെടുത്തില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനില്ല. ആ ചെറുക്കൻ അറിഞ്ഞ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും. ഒരു ആത്മാർത്ഥമുള്ള കൂട്ടുകാരൻ ആത്മാർത്ഥമുള്ള കൂട്ടുകാരനോട് ഇങ്ങനെയൊക്കെയുള്ള താൻ ആ റെസ്റ്റോറന്റ് ഇരിക്കും. അവന്റെ കണ്ണ് പിടിച്ചാൽ വരാൻ പറ്റുമോ നോക്കട്ടെ. അതെ, താമസിക്കരുത്. കുട്ടി എങ്ങനെയുണ്ട് നോക്കിയേ. ഈ കലാപരിപാടി ഒരു ദിവസം ഞാൻ എന്റെ മുതലാളിയുടെ ശ്രദ്ധപ്പെടുത്തും. അന്ന് നിന്റെ വീട്ടിൽ ഞാൻ തീ വെക്കും. ഹലോ ഹലോ. ആ താനോ? തന്നോട് ഞാൻ ഇനി സംസാരിക്കുന്ന പ്രശ്നമില്ല. താൻ എന്റെ ക്ലാസ്മേറ്റ് ആണെങ്കിൽ എന്നെയും എന്റെ അച്ഛനെ വിളിച്ച് തോന്നിയ ദിവസം പറയല്ല, നേരിട്ട് വരെ വേണ്ടത്. അയ്യോ, അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അച്ഛനെ വിളിച്ചത് തെറ്റായി പോയോ? സോറി പവി. എടി കള്ളി, പെരുങ്കള്ളി. നീ ആണാണെങ്കിൽ അല്ല പെണ്ണാണെങ്കിൽ മര്യാദയ്ക്ക് മുമ്പിലേക്ക് വാടി. നിന്റെ ആണപ്പല്ലേ ഞാൻ ഇളക്കി തരാം. ധൈര്യം വാടി മുമ്പിലേക്ക്. അപ്പോ എന്നെ കാണാൻ വലിയ കൊതിയായി അല്ലേ? കൊതി നിന്റെ അപ്പൂപ്പന്റെ അപ്പനാടി. നേരിട്ട് വന്ന പൊളിയൂല നിന്റെ കള്ളക്കളി. ഡോർ ഡെലിവറി അക്കൗണ്ട്സ് ഇതുവരെ സാർ വെരിഫൈ ചെയ്തില്ല. ആരെ? സാർ ഇവിടെ. ഹലോ. എന്തോന്നും മിണ്ടാത്തെ? ഇവിടെ കുറച്ച് തിരക്കാ. പിന്നെ എന്നെ കാണണമെന്നുണ്ടെങ്കിൽ, തനിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നിടത്ത് വരണം. വരുവോ? എവിടെ വരുമോ ഇല്ലയോന്ന് പറ പ്ലീസ്. നേരിട്ട് കാണാൻ ഞാനല്ലേ ആവശ്യപ്പെട്ടത്. എങ്കിൽ സുഭാഷ് പാർക്കിൽ ഒരര മണിക്കൂറിനുള്ളിൽ എത്തണം. എന്താ, സമ്മതിച്ചോ? ഏത് നരകത്തിലാണെങ്കിലും സമ്മതിച്ചടി പുല്ലേ. നീയും ആണുങ്ങളുടെ കൈന്റെ ചൂടറിഞ്ഞിണ്ടാവില്ല. എന്നേനെ അറിയിച്ചാരടി കള്ളി പൂങ്കുയിലേ. ഇനി നിന്റെ ഒന്നും ഒരാവശ്യമില്ലടി. തന്റെ ജാതകം ഇപ്പോഴാണ് തെളിഞ്ഞത്. പവി വാണം വിട്ടുപോലെ ഇങ്ങോട്ട് പോകുന്നു കണ്ടു. താനല്ലേ പറഞ്ഞ എനിക്ക് വയസ്സായി, സൗന്ദര്യമില്ല, പെണ്ണ് കിട്ടില്ല എന്നൊക്കെ. നല്ല കിളി പോലത്തെ ഒരു സുന്ദരി പെണ്ണ് ഇന്ന് എന്റെ ചൂണ്ടയിൽ കൊത്തി. അപ്പൊ ഇതിനെ കാണാൻ പോണ്ടേ? ഈ വയസ്സിൽ തള്ളനെ തല്ലിക്കൊന്നു വല്ല അച്ചാറുണ്ടാക്കി വിക്കടോ. ചലോ സുഭാഷ് പാർക്ക്, കം ഓൺ. യെസ് കം ഓൺ. ഇയാളെന്താ കൊറേ നേരമായിട്ട് റോസ് റോസ് എന്ന് വിളിച്ച് നടക്കണേ? മറ്റാണെന്നാ തോന്നണേ. റോസ് ഇത് കേസാ. റോസ് 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 കൊന്നത്തെങ്ങ് പൈസ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഹൈടെക് ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടോ. സൂക്ഷിച്ചൊക്കെ മോളിൽ കൂടി ഹെലികോപ്റ്റർ ഒക്കെ പോകുന്ന തലയിലൊക്കെ ഒന്നിടിക്കും. നിങ്ങൾ ഇരട്ടകളാ? ഒന്ന് പോടാ കൊള്ളന്മാരോ വരും നേരം കൊടുക്കുമ്പോ. റോസ് റോസ് ഒന്നുമില്ല, എനിക്ക് അമ്മയും പെങ്ങളെ കൊള്ളതാ. നോ ടച്ച്. എക്സ്ക്യൂസ് മീ. യെസ്. റോസ് റോസൊക്കെ ആ സൈഡിലാണല്ലോ. എന്താ റോസാപ്പൂവല്ലേ അന്വേഷിച്ചേ? അല്ല, ഞാൻ എന്റെ ക്ലാസ്മേറ്റിനെ നോക്കിയായിരുന്നു. നിങ്ങളാണോ എന്റെ ക്ലാസ്മേറ്റ് റോസ്? ക്ലാസ്മേറ്റിനെ കണ്ടറിഞ്ഞൂടെ? പുതിയ നമ്പർ ഇറക്കുക അല്ലേ? അല്ല, ആക്ച്വലി എന്താ അറിയോ, ഞാൻ ഈ ക്ലാസ്മേറ്റ്. വേഗം വിട്ടോ, ഇപ്പൊ എന്റെ ഹസ്ബൻഡ് വരും. താങ്ക് യു, യു വെൽക്കം. റോസ് റോസ്
റോസ്. സംശയം തോന്നരുതിട്ടാ നടക്കുമ്പോ. ശരിക്കും റോസ് റോസ് ഡേ മറ്റാണോ അതെ. ഇറങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് നിന്ന് നടക്ക. എന്താടാ പട്ടി? ഈശ്വര, മറിയാമ്മ. ചേച്ചിയുടെ അടുത്തേക്ക് പോവാല്ലേ? അന്ന് എനിക്കിങ്ങനെ മനസ്സിലായി കയ്യിൽ പോയിരിക്കുന്നുണ്ടറിഞ്ഞൂടെ? അതെ അതെ, കുഴിയിലേക്ക് കാലി നീക്കി. അതിനെന്താ ഞാൻ വന്നൂട്ടോ. അയ്യോ, പുറസ്ഥലത്ത് വെച്ച് ഉമ്മ കൊടുക്കുന്ന റാസ്കൽ. അവളല്ലാട്ടാ. നീ എന്താ വിചാരിച്ചേ? ആളെ വിളിച്ചു വരുത്തിട്ട് തൊട്ടിത്തരം കാണിക്കുന്നു. അയ്യോ പവി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ ഇന്നലെ പാർക്കിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പവി ഒരു പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞു നിൽക്കുന്നു. എടി, കൊഞ്ചിക്കൊഴിഞ്ഞു ഞാനോ? എന്റെ തെളിവുണ്ട് പവി. പാർക്കിൽ ആ പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞതിന്റെ തെളിവുകൾ കൊറിയറിലാക്കി ഞാൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വേഗം ചെന്ന് കൈപ്പറ്റിക്കോ, ഇല്ലെങ്കിൽ ചിലപ്പോ അച്ഛന്റെ കിട്ടും. ആകെ പ്രശ്നാവും. ഈ വാലുമ്മേ തീ പിടിച്ച വാനരന്റെ കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഇപ്പൊ കാണാം, ദേ നോക്കിക്കോ. സമ്മതിച്ചു നിന്നെ. അച്ഛാ, ആ, നീ എപ്പോ വന്നു? എനിക്കൊരു കൊറിയർ വന്നോ? ആര് പറഞ്ഞു? അവള് വിളിച്ചു പറഞ്ഞു. ആ റോസ്. നീ എന്തിനാ ഇന്നലെ പാർക്കിൽ പോയത്? അച്ഛനും നാരായണേട്ടനും വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ അല്ലേ? ആ. നീ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം എന്താ? ബ്ലൂ. യെല്ലോ. വെറും യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ. അച്ഛൻ എന്നെ വട്ടുപിടിപ്പിക്കേണ്ട കാര്യം പറ. ആ കൊറിയർ എവിടെ? നിനക്ക് ആ റോസിനെ അറിയില്ല? ഇല്ല. നീ അവൾക്ക് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ല? ഇല്ലെന്ന്. മോതിരം കൈമാറിയിട്ടില്ല? എടാ, നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അച്ഛ പ്ലീസ്, എന്റെ തല പെരുക്ക്. അയ്യോ, ഇവള്, അവള്, ഭർത്താവ്, അപ്പ എപ്പ ഫോട്ടോ. എന്താ, എന്തു പറയുന്നു? അച്ഛാ, ഇത് ഞാൻ. ആ ഫോട്ടോയിൽ കാണുന്നത് നീയല്ല എന്ന്. ആരാ? അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ്. അച്ഛൻ താന്തോന്നിയാണ്, അനുസരണയില്ലാത്തവനാണ്, ചീത്ത കൂട്ടുകൂടി പൊല്ലാപ്പുണ്ടാക്കുന്നവനാണ്. എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം? ആരാടാ ഇത്? നിനക്കെന്താ ഇവളുമായിട്ട് ബന്ധം? എടുക്കെടുക്ക്, അവളെ ഞാനിന്ന് ചുണ ഉണ്ടെങ്കിൽ നേരിട്ട് വാടി പുല്ലേ.
നിന്നൊക്കെ എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് 2 കാലും പിടിച്ച് ഇത് ഈ പിടിക്കാതെ മോന്തിക്കിട്ട് ഒരയ്ക്കാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നില്? സർ, ഇത് ഞാനാണ് സോഫി. സോഫിയോ? സോഫി? ആ, സോഫിയായിരുന്നോ? സോഫിയ, സോറി അച്ഛാ. എന്താടോ? സാറിനെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരിക്കുന്നു, ഒരു മിസ് റോസ്. ഞാൻ എന്താ പറഞ്ഞു? അവൾ അവിടെ ഉണ്ടെന്ന്. ഇന്ന് ഞാൻ തീർത്തു തരാ. ഫോട്ടോ അവിടെ. അച്ഛൻ നോക്കിക്കോ, അവളുടെ അമ്മൂമ്മയുടെ റോസ് ഒന്ന് ചെമ്പരത്തേക്ക് കൊടുക്കും ഞാൻ. എവിടെ റോസ്? ഈ റോസ് അല്ല, ക്ലാസ്മേറ്റ് റോസ്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, സാറിന് തരാൻ പറഞ്ഞു. ടു പവി വിത്ത് ലവ്. ഓ, അഡ്രസ്സും ഉണ്ടോ? അഡ്രസ് രണ്ടും ഒന്ന് തന്നെയാ. പ്ലീസ് കോണ്ടാക്ട് മീ വിത്തിൻ 1 hour. റോസ്. ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ആ ബാബുട്ടാ, വന്നേ. നീ പുളിച്ച 3 തെറി പറഞ്ഞേ. ആരെ? എന്നോട് പറയടാ, ഒരു അത്യാവശ്യത്തിനാ. അയ്യ, ഇവിടെ വെച്ചോ? എന്റെ ചെവി പറയടോ. പുതിയതാ? ആ, കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ക്യാബിനിലേക്ക് വാ, കുറച്ച് പണിയുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും. ഞാൻ നല്ല കല്ല് വെച്ച 3-4 തെറി ശരിക്ക് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. മിക്കവാറും അത് ബാബുക്കുട്ടനെ തന്നെയായിരിക്കും. ചിരിക്കണ്ട, അവൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഗുരുത്തുള്ളവനാ. ആ ബാബുട്ടാ, നീ ഈ എഴുത്തുകൊണ്ട് കൊടുക്കണം. അഡ്രസ് കവറിലുണ്ട്. വൈകുന്നേരം പോയാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പോണം. അവളവിടെ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കോ. ആ പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം. അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ, അല്ലെ വരരുത് പ്ലീസ്. അത് വാങ്ങിച്ചിട്ടേ ബാബുട്ടം വരൂ. ആ, എന്നാ വിട്ടോ. വിട്ടു. ഇപ്പോഴൊരു സമാധാനായത്. റോസ് ഇൻ ദ ബാസ്കറ്റ്. പവി വന്നു. എത്രയാ? 10 രൂപ. അയ്യോ, പവിയല്ല, കടയിലേതോ സ്റ്റാഫാണെന്നാ തോന്നുന്നത്. ആ, ഇതാ കോഴിക്ക് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുതാന്ന് പറയുന്നത്. ഓ, നമസ്കാരം. എന്താ? ഇത് ഇവിടെ തരാൻ പറഞ്ഞു. പവി നിനക്ക് ലവ് ലെറ്റർ വല്ലതും കൊടുത്തു വിട്ടതായിരിക്കോ? ഏയ്, അത് മാത്രം പവി എനിക്ക് കൊടുത്തുവിടാൻ ഒരു സാധ്യതയില്ല. പിന്നെ എന്തായിരിക്കും അത്? ആ, മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യൂ, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. എന്തിനായിരിക്കും അവരകത്ത് പോയത്? കുളക്കോഴിക്കിനി വല്ല ചായയോ കാപ്പിയോ കൊടുക്കാനാണോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. കുളക്കോഴിയെ പിടിക്കാൻ പട്ടി അഴിച്ചുവിടാൻ പോയതാണോ എന്ന് എനിക്കൊരു സംശയം. ദേ, കൊളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നേ. എന്നാ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്കും ഇട്ട് കൊടുത്തേക്കാം. ഹായ്. പാവം, വളർത്തി വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ. ആരാടാ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി തെറുക്കത്ത് കൊടുത്ത്? ഇയാളാണ് സാർ. അയ്യ, നീ ആരാടാ? അയ്യ, ഞാനാ ടൈപ്പൊന്നല്ല. പിന്നെ ഞാൻ മറുപടി കാത്തു നിൽക്കുക. മറുപടി കാത്തു മറുപടി ഞാൻ തരാടാ. മുതലാളി കൊടുക്കാൻ പറഞ്ഞിട്ട് വണ്ടി വിട്. മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. അങ്ങോട്ട് ചെല്ലടാ റാസ്കൽ. ആരാ? എന്താ പറയാമേ? അതെ, ഇയാള് തന്റെ സ്റ്റാഫാണോ? അല്ല. ആണ്. ഇയാൾ എന്താ തോന്നിയാസാ കാണിച്ചെന്നറിയാവോ? എന്താടാ കാണിച്ചേ? ഞാൻ പറഞ്ഞുതരാം. പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇവൻ തെറിക്കത്ത് കൊടുത്തു. അതും ഞങ്ങള് പോലീസുകാർ തോറ്റുപോകുന്ന തെറി. ഈശ്വര,
നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലടാ? അത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ മോനാള് തന്നതാണോ? ഏയ് ഞാൻ കൊടുത്തൊന്നുമല്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിവന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടി കൊണ്ടേ തിരക്കത്ത് കൊടുക്കും. അതിവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. അല്ല പവൻ, അന്ന് കുക്കു അയൽക്കാരനുമായിരുന്നു കുഴപ്പക്കാർ. ഇപ്പതേ ഇവൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, തന്റെ കൂടുള്ളവരെല്ലാം ഇങ്ങനെ ഞരമ്പ് രോഗികളാണോ? അല്ലാതിപ്പോ മറിയാമ്മ ഇത്തവണ ഇവനോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഇവിടുന്ന് ആരും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ആ, ഇനി പഴയ കോളേജ് മേറ്റ് പറഞ്ഞിട്ട് വിട്ടില്ലെന്ന് വേണ്ട. പക്ഷെ ഇവനോട് എനിക്ക് 2 വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. ഇനി നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങള് വല്ല ഭരണിക്കകത്തും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയിൽ കൂടെ തീ വയ്ക്കും. കേട്ടടാ ഞരമ്പ് രോഗി. പവൻ, കമോൺ.